അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഇന്നും ഇന്നലെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാപ്പുമായി ബന്ധപ്പെട്ടാണ്. എവിടെ നോക്കിയാലും ഒരു മാപ്പ് പറഞ്ഞു, പറഞ്ഞില്ല. ചില ആൾക്കാർ പറയുന്നു മാപ്പ് പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടില്ല, ചില ആളുകൾ പറയുന്നു ഇപ്പൊ എങ്ങനെ ഉണ്ട്, ഇപ്പോ മാപ്പ് പറയേണ്ടി വന്നില്ലേ. എന്നാൽ ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നു മാപ്പ് പറഞ്ഞിട്ടില്ല, ഇനി പറയണം. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ഇപ്പോഴും പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കത്തിൽ ഒരു മാപ്പിന്റെ വിഷയങ്ങളാണ് നമ്മൾ നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ഒരു മാപ്പിനെ കൊണ്ടുള്ള ശല്യമാണ് വല്ലാതെ കാണുന്നത്. എവിടെ നോക്കിയാലും മാപ്പ്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ്, രണ്ട് ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ്. നിലവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ ഒരു മസ്ലഹത്തിന്റെ ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെയാണ് നടന്നിരുന്നത് എന്ന് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ സമാധാനത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് ഈ രൂപത്തിലൊക്കെ ആയി മാറിയത്, അല്ലെങ്കിൽ മാറ്റപ്പെട്ടത്. ആരുടെയൊക്കെയോ താല്പര്യം, ആരോടൊക്കെയോ ഉള്ള കടപ്പാടുകൾ എന്നൊക്കെ വേണം ഇതിനെ മനസ്സിലാക്കാൻ എന്നാണ് എൻ്റെ ഒരു പക്ഷം. എന്ത് തന്നെയാണെങ്കിലും ശരി, വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണ്, സങ്കടകരമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷെ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ ആമുഖമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്ന്, ഈ വീഡിയോ ചിലപ്പോൾ അല്പം ലെങ്ത് ഉണ്ടാവും. മറ്റൊന്ന്, ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രയോഗത്തെയും ഒരു വ്യക്തിയിലേക്കോ ഒരു വിഭാഗത്തിലേക്കോ ഒരു പ്രസ്ഥാനത്തിലേക്കോ കൂട്ടിക്കെട്ടേണ്ടതില്ല. ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ മനസ്സാക്ഷിയോട് എൻ്റെ കടമ ഞാൻ നിർവഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും ഇരുന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഇരിക്കുന്നവർ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിമാറുകളാണ്. ഞാൻ ആ ഗണത്തിൽ പെടാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സേവനം ദീനിന് വേണ്ടി ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഒരാളുടെയോ ഒരു പ്രസ്ഥാനത്തിലേക്കോ ഒരു വിഭാഗത്തിലേക്കോ ആരും ചേർത്ത് പറയേണ്ടതില്ല. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. അങ്ങനെ ഇത് ഞങ്ങളെയാണ് അല്ലെങ്കിൽ എന്നെയാണ് എന്ന് ആരെങ്കിലും മനഃപൂർവ്വം ധരിച്ചു പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ എന്നെ മാപ്പ് പറയിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ആരാണെങ്കിലും. മറ്റൊന്ന്, ഇത് ഇന്ന ആളെ കുറിച്ചാണ് എന്ന് ആർക്കെങ്കിലും വാശിയുണ്ട് സമർത്ഥിക്കാനെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്റെ നിലപാട് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്താറുള്ളത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം. കേട്ട ശേഷമേ ഇതിന് നിങ്ങൾ പ്രതികരണം എഴുത്തിലോ പറച്ചിലോ ഉണ്ടാകാവൂ എന്നൊരു വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. പിന്നെ ഇതിന് മറുപടി പറയുകയോ ഖണ്ഡനം നടത്തുകയോ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായിരിക്കുകയും വ്യക്തതയോടുകൂടി ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വാട്സപ്പിൽ ആളില്ലാ വോയിസുകളോ ഫേക്ക് ഐഡികളിലുള്ള എഴുത്തുകളോ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ചുരുക്കം. തെറി പറയുകയും അനാവശ്യം പറയുകയും സംസാരിച്ചതിന്റെ പേരിൽ നമ്മളെ ഇല്ലാതാക്കി കളയാം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരുകയും ചെയ്യാം. വിഷയത്തിലേക്ക് വരാം. വിഷയം പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്, ഹമീദ് ഫൈസി ഉസ്താദ്, പിന്നെ വേറെ ചില നേതാക്കളും ഒക്കെയാണ് ഇപ്പൊ ഈ വിഷയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന നാമങ്ങൾ, പേരുകൾ. ഉമർ ഫൈസി ഉസ്താദും ഹമീദ് ഫൈസി ഉസ്താദുമാണ് ഇപ്പൊ ഈ മാപ്പ് പറഞ്ഞു, പറഞ്ഞില്ല, പറയണം, ഇനിയും പറയണം എന്ന സംസാരത്തെ ചർച്ചകളുടെയൊക്കെ കേന്ദ്രം ഇവർ രണ്ടുപേരുമാണ്. എന്തിനാണിത്? ഉമർ ഫൈസി ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പരാമർശത്തിൽ ഒരു പ്രയോഗം നടത്തി. ആദർശ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഫൈസി ഉസ്താദ് സംസാരിച്ചു. കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞു, ജാഹിലീങ്ങളെ കാലിയാക്കാൻ പാടില്ല, ജാഹിലീങ്ങളൊക്കെ കാലിമാരാക്കുന്നുണ്ട് പല ആൾക്കാർ എന്ന് പറഞ്ഞേക്കുന്നുണ്ട്, ജാഹിലീങ്ങളൊന്നും കാലിയാക്കാൻ പാടില്ല. ഗുരുതരമായ തെറ്റാണ് എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞായിരുന്നു. മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ട്. ഹമീദ് ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണ മധ്യേ അന്യമത ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം പങ്കെടുക്കുന്നതിന്റെ ഫിഖഹിയായ നിയമവശങ്ങളെ കുറിച്ച് അദ്ദേഹവും പരാമർശിച്ചു.
ഇവർ രണ്ടാളും ഈ പരാമർശം നടത്തിയതിന്റെ പേരിലാണ് അവർ മാപ്പ് പറയണം എന്ന് ചിലരും, പറയിപ്പിക്കണം എന്ന് ചിലരും, പറഞ്ഞു എന്ന് ചിലരും ഒക്കെ ഇങ്ങനെ പല അവസരത്തിനനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും നടക്കുന്നത്. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ മാപ്പ് പറയേണ്ടത്? മഹാന്മാരായ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇമാമിങ്ങളും വിശദീകരിച്ച വിഷയം, ആ വിഷയം അതുപോലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്ന പണ്ഡിത ധർമ്മമാണ് ഇവർ രണ്ടുപേരും നിർവഹിച്ചത് എന്നാണ് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദ് ജാഹിലീങ്ങളെ കാലിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജാഹിലീങ്ങളെ കാലിയാക്കാന്ന് ഇവിടെ പണ്ഡിതന്മാർക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടോ? ഇതൊരു സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഡ്രൈവിംഗ് അറിയാത്ത ഒരാളെ 10-40 ആൾ ഇരിക്കുന്ന ഒരു ബസ്സിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരുത്തനെ പിടിച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തുവോ? ഓനോട് വണ്ടി വിടുന്ന് പറയാൻ പറ്റുമോ? ഓമ്പരൊക്കെ കൂടെ കൊണ്ടുപോയി കുഴിച്ചടിക്കൂലേ? എന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അതിന് പ്രാപ്തിയില്ലാത്ത ആളുകളെ ഏൽപ്പിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഇത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയണ കാര്യമാണ്. ഖളാവുമായി ബന്ധപ്പെട്ട വിഷയത്തില്, ഖാലി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തില് ജാഹിലീങ്ങളെ ഖാലിയാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഖാലിയാവേണ്ട ചില ശുറൂത്ത് നിബന്ധനകളെ കുറിച്ച് ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞു. അതിന്റെ പേരിൽ ഉമർ ഫൈസി ഉസ്താദ് എന്തിനാ മാപ്പ് പറയണേ? മാപ്പ് പറയേണ്ടത് ഇമാമിങ്ങളല്ലേ? ദീനിന്റെ ഇമാമിങ്ങളാണ്, ഫുഖഹ ആണ് മാപ്പ് പറയേണ്ടത്. അവർ പറഞ്ഞത് ഹിക്കായത്ത് ചെയ്യുക അല്ലെങ്കിൽ എഴുതി വെച്ചത് പറയുക മാത്രമാണ് ഉമർ ഫൈസി ഉസ്താദ് ചെയ്ത വലിയ സുബൈൽ മുബിഖാത്ത്. അപ്പൊ മാപ്പ് പറയേണ്ടത് ഇമാമിങ്ങളാണ് എന്ന് ചുരുക്കം. ഉമർ ഫൈസി ഉസ്താദ് ആ പറഞ്ഞത് ഏതോ ഇന്ന ആളെ കുറിച്ചാണ് എന്നാണ് പിന്നെ അടുത്ത പ്രശ്നം. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിലൊന്ന്, ഉമർ ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണ മധ്യ അത് ഇന്ന ആളെ കുറിച്ചാണ് എന്ന് ഉമർ ഫൈസി പരാമർശിച്ചിട്ടില്ല. അത് ഇന്ന ആളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതും ഇപ്പോൾ ഉമർ ഫൈസിയുടെയും അമീദ് ഫൈസിയുടെയും രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളാണ്. അവരാണ് പറഞ്ഞത് അത് ഇന്ന ആളെ കുറിച്ചാണ്, ഇന്ന ആളെ കുറിച്ച് മാത്രമാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞത് അവരാ. രണ്ട് തെറ്റാണ് അവർ ഇതിലൂടെ ചെയ്തത്. ഒന്ന്, അവർ ഇന്ന ആളെ കുറിച്ചാണ് എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തി ഈ ഗണത്തിൽപ്പെടുന്ന ആളാണ് എന്നാണ് അവരുടെ വിശ്വാസം. മറ്റൊന്ന്, ആ വ്യക്തി അങ്ങനെയുള്ള ആളാണ് എന്ന് പൊതുസമൂഹത്തോട് ഇവർ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ വഷളാക്കുകയും ചെയ്തു എന്ന വലിയ തെറ്റ് പാതകം ചെയ്തത് ഇവരാണ്. അപ്പൊ മാപ്പ് പറയേണ്ടത് ഒന്നുകിൽ ഇമാമിയങ്ങളാണ്, ഈ പറഞ്ഞത് ഇന്ന ആളെ കുറിച്ചാണ് എന്ന് സമർത്ഥിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിച്ച ഈ ആളുകളാണ്. ഉമർ ഫൈസി അപ്പോഴും കുറ്റവിമുക്തനാണ്. ഉമർ ഫൈസി ഒരു പ്രതിയല്ലല്ലോ. പിന്നെ രണ്ടാമത്തെ വിഷയം, മഹാനായ ഹമീദ് ഫൈസി ഉസ്താദിന്റെ ആദർശ പ്രഭാഷണ മധ്യയുള്ള പരാമർശം. അന്യമതാഘോഷവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ, പ്രഭാഷകരായ ചില ആളുകൾ സമൂഹത്തിൽ ചെരുപ്പിനൊപ്പിച്ച് കാലുമുറിക്കാൻ വേണ്ടി വിദഗ്ധരായ ചില ആളുകൾ തങ്ങൾ തന്നെ മുമ്പൊക്കെ പറഞ്ഞു വെച്ച പല വിഷയങ്ങളൊന്നും ഓർമ്മയിലില്ലാതെ കാലാവസ്ഥക്കനുസരിച്ച് ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് പറയാനുള്ള ഫിഖ്ഹിയായ വിഷയങ്ങളും മസ്അലകളും ഒക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് സമൂഹം വിലയിരുത്തിക്കോട്ടെ. ഏതായാലും അങ്ങനെയുള്ള ചില ആളുകൾ ഏതുപോലെ പിന്നെ ഖാലിയാവാൻ വിവരം വേണ്ടതില്ല എന്നതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കള്ള ചരിത്രമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് മുത്തവല്ലിയാക്കിയ ആളെ പിടിച്ചിട്ട് അയാൾ ഖാലിയാണ് എന്ന് സമർത്ഥിക്കാനൊക്കെ ശ്രമിച്ച് നമ്മൾ ആ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ഇന്ന് വരെ അതിന് കൃത്യമായ ഒരു വിവരം പറഞ്ഞിട്ടില്ല. പിന്നെ ഉണ്ടാതിരിക്കുക ഇത്. അങ്ങനെ ചില ആളുകൾ അങ്ങനെ കുറെ ആവശ്യത്തിനനുസരിച്ച് അവസരത്തിനനുസരിച്ച് പലതും പറഞ്ഞ ആളുകൾ അവർ ഈ അന്യമതാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ച കൊണ്ടുവന്നു. അവരാണ് ആ ചർച്ച ഇവിടെ കൊണ്ടുവന്നത്. ആ ചർച്ച ഇവിടെ കൊണ്ടുവന്നു. ആ ചർച്ച കൊണ്ടുവന്നപ്പോൾ അതിൽ തെറ്റായ സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കാൻ തുടങ്ങിയപ്പോ സ്വാഭാവികമായും ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ഹമീദ് ഫൈസി ഉസ്താദ് ആ വിഷയത്തിൽ പ്രതികരിച്ചു. ആ സഹോദരൻ പറഞ്ഞ ആശയം തെറ്റാണ്, അതിന്റെ വസ്തുത ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചു. ഫുഖഹാഇന്റെ വിവരണത്തെ കുറിച്ചാണ് ഹമീദ് ഫൈസി ഉസ്താദ് സംസാരിച്ചത്. തൊള്ളപ്പാട്ട് പാടിയതല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെയും മാപ്പ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ഇമാമിയങ്ങളാണ്.
അതിന് ന്യായവും ന്യായീകരണമായിട്ടൊക്കെ പലരും വന്നു. അസുലം വറവിസ, എന്താ ഈ ആൾക്ക് എന്താ അസുലം വറവിസ. വമിൻ അക്ബഹിൽ ബിദഇ മുവാഫഖത്തുൽ മുസ്ലിമീന അൻ-നസ്വാറ ഫി അയാദിഹിം ബിത്തശബ്ബുഹി ബിഅക്ലിഹിം വൽ ഹദിയതി ലഹും വഖബൂലി ഹദിയതിഹിം. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതാണ്. അസുലം വറവിസൊക്കെ പറഞ്ഞ പോയ ആളുകൾ അതിന്റെ 3-4 വരി 4-5 വരി താഴോട്ട് വായിച്ചാൽ ഈ കാണുന്ന ഭാഗമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇമാമിങ്ങളുടെ ഭാഷയാണ്. ഞാൻ അർത്ഥം വെച്ചുതരാം. ഏറ്റവും ദുഷിച്ച ആചാരത്തിൽപ്പെട്ടതാണ് മുവാഫഖത്തുൽ മുസ്ലിമീന അൻ-നസ്വാറ ഫി അയാദിഹിം. മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളോട്, നസ്രാനികളോട് അവരുടെ ആഘോഷങ്ങളിൽ തശബ്ബുഹാകൽ ഏറ്റവും ചീത്തയായ ആചാരത്തിൽപ്പെട്ടതാണ്. ബിഅക്ലിഹിം, അവര് കഴിക്കുന്നത് കഴിക്കുക, ആഘോഷത്തിന്റെ ഭാഗമായി അവര് കഴിക്കുന്നത് കഴിക്കുക. അങ്ങനെ ഹദിയ കൊടുക്കൽ വാങ്ങലുകള് തുടങ്ങി പല കാര്യങ്ങൾ. എന്നിട്ട് അതിന് കൊടുത്ത ഹദീസ് എന്താണെന്നറിയോ? അതെങ്ങനെയാണ് പറഞ്ഞു പോയിട്ട് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസാണ് ഫുഖഹാ ഇതിന് തെളിവായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത് ആരെങ്കിലും ഇന്ന വ്യക്തിനെ കുറിച്ചാണെന്ന് തോന്നിയോ? തോന്നിക്കണെങ്കിൽ നിങ്ങൾ കുറ്റക്കാര്, ഞാൻ അതിനെന്ത് ചെയ്ത്? അല്ലെങ്കിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളോട് മാപ്പ് പറയിപ്പിക്കുക, ഇമാമികളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നല്ലാതെ ഞാൻ മാപ്പ് പറയേണ്ട കാര്യം എന്താ? ഇത് ഇമാമികൾ എഴുതി വെച്ചതാണ്. ഇസ്ലാമിന്റെ നിയമാണത്, നമ്മുടെ ഇസ്ലാമിന്റെ രീതിയാണത്. ഇതിനെതിരെ ആര് ചെയ്താലും, ഇവിടെ ആരും അതിനെതിരല്ലല്ലോ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകളല്ലേ. മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന രാജ്യത്തുള്ളതിനേക്കാൾ സ്വതന്ത്രമായി ദീനും ഇസ്ലാമും പ്രചരിപ്പിക്കാൻ സൗകര്യമുള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാ നിലക്കും. വളരെ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, എല്ലാ നിലക്കും. ഇതിന്റെ പേരിൽ ഒരിക്കലും മതസൗഹാർദ്ദത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇന്നുള്ളതിനേക്കാൾ മതസൗഹാർദ്ദവും മതമൈത്രിയും സാഹോദര്യവും നിലനിന്നിരുന്ന നാടാണ് നമ്മളെ നാട്. ഇത്തരം വിഷയങ്ങളിൽ കാർക്കശ്യ നിലപാട് സ്വീകരിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരും ഉമറാക്കളും ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ നാട്. ഏത് മതവിഭാഗത്തിന്റെയും ആഘോഷങ്ങൾ അത് ആ മതവിഭാഗത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് എന്നും അതിൽ മറ്റു മതസ്ഥരായ ആളുകൾ കൂടെ പങ്കുചേരണമെന്നും ഒരു മതത്തിന്റെ ആളുകളും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും പെരുന്നാൾക്ക് ഇവിടെയുള്ള അന്യമതസ്ഥരൊക്കെ പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളിൽ ഉളുഹിയ തർക്കിനോടത്ത് നാട്ടിൽ എല്ലാവരും കൂടി ഒന്ന് കൂടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇത് ആവശ്യമില്ലാതെ അതാത് മതങ്ങൾക്കുള്ള അവരുടെ ആരാധനയുടെ ഒരു ഭാഗം കൂടിയാണ് ആ മതത്തിന്റെ ആഘോഷങ്ങൾ. ഇസ്ലാമിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് കുഫറുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഇസ്ലാം അല്ലാത്ത ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് തന്നെ അതിന്റെ കാരണം, കൂടുതൽ പറയേണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റതൊക്കെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കുഫറിന്റെ മേലിലുള്ള സഹായമായി തീരും, പ്രചോദനവും പ്രേരണയുമായി തീരും, സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫുഖഹാ അത്ര ഗൗരവമായി. എന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം? മുഹറം 9-നും 10-നും നോമ്പ് എടുക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. മുഹറം 9-ന്റെ 9-ഉം 10-ഉം വരുന്നതിന്റെ തലേ വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ നിന്ന് മൂല്യന്മാര് പ്രസംഗിക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അല്ലെങ്കിൽ മൻ തശാബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. കേട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10-ന് നോമ്പെടുത്തു. മുഹറം 10-ന് ജൂതന്മാര് നോമ്പെടുക്കുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമ്മൾ മുഹറം 9-നും കൂടെ നോമ്പെടുക്കും, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ. റസൂലുള്ളാഹി തങ്ങൾ ഹയാത്തിലുണ്ടായില്ല, പക്ഷെ മുഹറം 9-ന്റെ നോമ്പും സുന്നത്തായി. എന്തുകൊണ്ട്? ജൂതന്മാരുമായി ഇബാദത്തിന്റെ വിഷയത്തിൽ, ആചാരത്തിന്റെ വിഷയത്തിൽ സമമാകലിൽ നിന്നൊഴിവാകാൻ വേണ്ടിന, അവരുമായി ഈ വിഷയത്തിൽ യോജിച്ചു വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു ദീനാണ്, അത്രയും പരിശുദ്ധം. അത് അവരോടുള്ള വിയോജിപ്പ് വിദ്വേഷം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല.
ഒന്ന് ഇസ്ലാമാണ്, ഒന്ന് കുഫറാണ്, ഒന്ന് ഹിദായത്താണ്, ഒന്ന് വലാലത്താണ്. ഹിദായത്തും വലാലത്തും കൂടെ ഒരുമിച്ച് പോകുന്ന വഴികൾ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് പല നിലക്കും ദോഷം ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ദോഷം ചെയ്യും, പ്രത്യേകിച്ച് നേതാക്കന്മാരെന്നുണ്ടാവുമ്പോൾ. ഫുഖഹാന്ന് പറയുന്നുണ്ടല്ലത്. അപ്പോ ഇസ്ലാമിലെ നിയമമാണത്. ഈ നിയമമാണ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഈ പറഞ്ഞു പോയതിന്റെ ശേഷം, ഈ ഹദീസൊക്കെ പറഞ്ഞു പോയതിന്റെ ശേഷം ബൽ ഖാല ഇബ്നുൽ ഹാജ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ഇത്തരമൊന്നും അല്ല, ഇത് മാത്രല്ല, ഇബ്നുൽ ഹാജ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ വായിക്കണില്ല, ആ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും ഇതിന്റെ ഗൗരവം എത്രയാന്നുള്ളത്. നീയത്ത് നബൈതു സൗമകോതി എന്നും പറഞ്ഞിട്ട് പോയാ നടക്കുമെന്നും വിചാരിക്കണ്ട. നീയത്ത് ഇമാമിങ്ങൾ പറഞ്ഞിട്ട് നോക്കോണ്ടു, അപ്പൊ മനസ്സിലാവും ഇതിന്റെ ഗൗരവം എത്ര ഉണ്ട് എന്നുള്ളത്. എന്താണ് ഈ മൂല്യന്മാർ ഈ കടന്ന ഈ വാട്സപ്പില് ഇടങ്ങേറാകാണ്, മൂല്യന്മാർ കടന്ന് ഇടങ്ങേറാകാണ്. വലിയ വലിയ മുദർരിസന്മാര് ആലിമീങ്ങളൊക്കെ ഈ മസാല പറയാ നേരിക്ക് പറയാൻ ധൈര്യമല്ല. കമ്മിറ്റിക്കാരെ പേടിച്ചിട്ട്, സെക്രട്ടറിനെ പേടിച്ചിട്ട്, പ്രസിഡന്റിനെ പേടിച്ചിട്ട്, ജോലി പോകുമെന്ന് പേടിച്ചിട്ട് ഇമ്മാതിരി ദിവസമൊക്കെ നടത്താതിരിക്കലല്ലേ അല്ലേ. ഞാൻ പറയുന്നുണ്ട് കുറച്ച്, ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ കേൾക്കൽ നിർബന്ധമാണ്. ഇനിയിപ്പോ ഇതിന്റെ പേര് എന്റെ തലയാണ് പോയാലും എനിക്ക് ഒരു പ്രശ്നമല്ല. ചില ആൾക്കാർ പറയും നിങ്ങൾ അവിടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. വെറുതെ പറയണം. ഇവിടെ നല്ല ലോകത്ത് എവിടെയാണെങ്കിലും ഷെറൊക്കെ ഒരേമാതിരി തന്നെയാണ്. ഷെറ് ഏത് ഭാഗത്തുനിന്നായാലും ഉണ്ടാവും. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഷെറ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഷെറ് പേടിച്ചിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ പറയണ്ട. അപ്പൊ മൂല്യന്മാർക്ക് കാര്യം മനസ്സിലാവും. മൂല്യന്മാർക്ക് ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോ മുദർരിസന്മാര്, ഖത്തീബന്മാര് പേടിച്ചിട്ട് പറയണില്ല. സെക്രട്ടറിനെ പേടി, ജോലി പോവോ, പിരിച്ചുവിടുമോ എന്നുള്ള പേടി. അത് നമ്മളടുത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മള് കൂടെ നിൽക്കും, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാന്ന് വിചാരിച്ചിട്ട് നമ്മളെ സകല കമ്മിറ്റിയിലും ഈ പല രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളെ പിടിച്ച് കയറ്റിയിട്ടിട്ടുണ്ട്. ദീനൊന്നും പരിഗണിക്കാതെ, ആൾക്ക് ദീനുണ്ടോ ഇതൊന്നും വിഷയാക്കാതെ രാഷ്ട്രീയ പാർട്ടിന്റെയും മറ്റൊക്കെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കുപ്പായമായിട്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ പിടിച്ചിട്ട് വലിയ വലിയ പോസ്റ്റിലൊക്കെ കൊണ്ട് ഇരുത്തിന് വലിയ വില കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഓരോ നാട്ടിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പബ്ലിക്, ഒരു പൊതുജനങ്ങളുണ്ടല്ലോ അവിടെ, സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും സ്നേഹിക്കുന്ന ആളുകൾ. അപ്പൊ അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ ഓരോ നാട്ടിലും കമ്മിറ്റി കയറി കൂടിയിട്ട് രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയത്തിന് വേണ്ടി ആലിമീങ്ങളെയും ദീനിനെയും ദീനിന്റെ പ്രവർത്തകരെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സകല എണ്ണത്തിനെയും പിടിച്ച് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. അത് ജനറൽ ബോഡി വിചാരിച്ചാൽ നടക്കും. നാട്ടിലെ സാധാരണക്കാരായ ഉലമാക്കളും ഉമറാക്കളും മുഅ്മിനീങ്ങളും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണത്. അത് ചെയ്തേ പറ്റൂ. ഈ ദീനിനെ രക്ഷിക്കണമെങ്കിൽ, സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും മഹല്ലത്ത് സംവിധാനങ്ങളെയും രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മൂല്യന്മാർക്ക് ദീൻ പറയാൻ കഴിയില്ല, ഇൽമു പറയാൻ കഴിയില്ല, വഅള് പറയാൻ കഴിയില്ല. അമേരിക്കയിൽ തീ കത്തിയത് കണ്ടോ? ചൈനയിലെ കൊറോണയെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ 2019 നടന്ന കൊറോണയെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൊറോണയെ കുറിച്ച് വീണ്ടും പറയുന്നു എന്നൊക്കെ പറയേണ്ടി വരും മൂല്യന്മാര്. അല്ലെങ്കിൽ ഇത് മഹല്ല് ഈ ആദ്യ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഉള്ളിടത്തുനിന്നൊക്കെ ഇട്ടുള്ള പുറത്താക്കൂലേ. അപ്പൊ ദീനിന് പ്രയോറിറ്റി കൊടുക്കുന്നവരും സുന്നത്ത് ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമായ ആളുകളെ മാത്രം കമ്മിറ്റിയിലെ പ്രധാന പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരാൻ അതാത് നാട്ടുകാർ തയ്യാറാകണം. അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ പോലും എനിക്ക് വലിയ ക്ഷീണം സംഭവിക്കും. എനിക്കറിയാം, ഒരുപാട് ഇതിന്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും വരുന്ന തെറികൾക്കൊന്നും ഒരു കണക്കും ഉണ്ടാവില്ല. ചെവി മുളച്ചിട്ട് കേൾക്കാത്ത ആര് തെറികളൊക്കെ വരും. എനിക്കറിയാം, ആ അമ്മാര് തെറി പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ പിടിച്ചിട്ട് സെക്രട്ടറി പ്രസിഡന്റ് ആക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ പല മഹല്ലുകളിലും. അതാ ഞാൻ ഈ പറഞ്ഞത്. അമ്മാതിരി ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആ നാട്ടിലെ പബ്ലിക്, പൊതുജനങ്ങളും മുഅ്മിനീങ്ങള്, സുന്നികളായ ആളുകൾ, അത്തരം ആളുകളെ അവനവനെ ഏൽപ്പിച്ചു കൊടുത്ത സ്ഥാനവും അധികാരവും രാഷ്ട്രീയ കളിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ ആ രീതിയിൽ തന്നെ
ഒന്നും ഉപദ്രവിക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞു. പുറത്തൊക്കെ ഉയിഞ്ഞ് 2 കൊട്ടൊക്കെ കൊട്ടിയിട്ട് ഇന്ന് കാക്കൂ തൽക്കാലം കുറച്ചുകാലം വീട്ടിലിരിക്കിട്ടൊന്ന് പറയണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അപ്പൊ ആ നിലക്ക് മുദർരിസന്മാർക്ക് ദീൻ പറയാൻ പേടി, ഈ മസാല പറയാൻ പേടി. പല ഉസ്താദുമാരും വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ പറയാണ്. എന്നിട്ട് മുമ്പ് പറഞ്ഞ ചില വോയിസുകൾ, ഇപ്പൊ പറഞ്ഞ ചില വോയിസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധുക്കൾ കടന്ന് ബേജാറാകുകയാണ്. എന്നിട്ട് അത് ഞാൻ പറഞ്ഞത് അത് മറ്റേ ആൾ അങ്ങോട്ടാക്കിയതാണ്, ഈ ആൾ ഇങ്ങോട്ടാക്കിയതാണ്. എന്തൊക്കെ കളികളാ നടക്കണം. മൂല്യമാര് കടന്ന് ഇടങ്ങാറൊക്കെ തിരിഞ്ഞും മറിഞ്ഞ് പ്രയാസപ്പെടെ ശ്വാസം മുട്ടുക. എന്തിനാണ് ഇത്ര ഇടങ്ങാറാവേണ്ട കാര്യം? അവനവന്റെ ആശയവും ആദർശവും അഭിമാനവും പണയം വെച്ചുകൊണ്ട് എന്തിനാണൊരു ദർസ്, എന്തിനാണൊരു മിമ്പർ, എന്തിനാണൊരു മിഹ്റാബ്? വേറെ വല്ല പഠിക്കുമ്പോ പോലല്ലേ നമുക്ക് നല്ല. ഞാനടക്കം എന്റെ കാര്യം അടക്കാൻ ഞാനീ പറയണത്, എന്റെ കാര്യം അടക്കാൻ ഞാനീ പറയണത്. ഈ സമൂഹം, ഈ ഉമ്മത്തിൽ പണ്ഡിതന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ചോറും കഞ്ഞിയും കൊടുത്ത് തീറ്റിപ്പൂറ്റി വളർത്തിണ്ടാക്കി വെച്ചത് എന്തിനാണ്? ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചിന്താവധി കുടിക്കാനാ? രാഷ്ട്രീയം വെച്ച് കളിക്കുകയാണെങ്കിൽ നാട്ടിൽ വേറെ രാഷ്ട്രീയ പാർട്ടികളില്ലേ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ദുനിയാവിയായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമല്ലേ. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതിലത്രേ ഉള്ളൂ. ഈ അവസ്ഥയിലേക്ക് ഉമ്മത്ത് വരണം, ഇല്ലെങ്കിൽ അപകടമാണ്. ദീനുണ്ടാവൂല ഇവിടെ. ഈ വ്യക്തിപരമായി നമുക്ക് ദീനുണ്ടോ അല്ലേ എന്നല്ല, ദീനി സംവിധാനങ്ങളും ദീനി ആശയങ്ങളും ആചാരങ്ങളും ഇവിടെ നിലനിൽക്കണ്ടേ? ഒരു സംസ്കാരം ഉണ്ടല്ലോ, അത് ഇവിടെ നിലനിൽക്കണ്ടേ? അതിനു വേണ്ടി ഇതൊക്കെ ചെയ്തേ പറ്റൂ. പണ്ഡിതന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, ബുദ്ധിമുട്ടാണല്ലെങ്കിൽ. അപ്പോ ഈ അവസ്ഥ മാറണം. അത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഏതായാലും ഈ വിഷയത്തിലേക്ക് വരുമ്പോ ഇവിടെ 2 പരിഹാരമാണ് ഞാൻ പറഞ്ഞല്ലോ. 2 പരിഹാരമാണ് നിലവിലെ ഈ പ്രശ്നത്തിനുള്ളത്. ഉമർ ഫൈസി ഉസ്താദും ഹമീദ് ഫൈസി ഉസ്താദും പറഞ്ഞ വിഷയത്തിന് 2 പരിഹാരമുള്ളത്. ഒന്ന്, സകല കിതാബുകളും തിരുത്തുക. എല്ലാ കിതാബും ഫിഖ്ഹിയായ സകല കിതാബുകളും തിരുത്തുക. ഇത് പറയാൻ പേടി, മൂല്യന്മാർക്ക് ഇത് പറയാൻ പേടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കിതാബുകൾ എഴുതിയിരിക്കുന്നത്? ഒക്കെ തിരുത്തുക, എല്ലാ കിതാബുകളും തിരുത്തുക. അതൊരു പരിഹാരം. പക്ഷെ നമുക്ക് പറ്റൂലല്ലോ. അത് ജൂതന്മാരെ കളിയാണ്, ജൂതന്മാർ ചെയ്ത പണിയാണ്. അത് നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ പിന്നെന്താ വഴി? ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത് ഇന്ന വിഭാഗത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തെ കുറിച്ചാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വിഭാഗങ്ങൾക്കോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്ന ആളുകൾ തിരുത്തുക. ഇത് രണ്ടും അല്ലാത്തൊരു പരിഹാരം ഇതിനില്ല. ഇതാണ് ആ വിഷയ സംബന്ധമായി പറയാനുള്ളത്. ഇനി മൗലവിമാർക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. മൗലവിമാർക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാണ് അറിവുള്ള ആളായി പറയല്ല കേട്ടോ. ഖാസിമി റഹ്മത്തുള്ള ഖാസിമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന എല്ലാരും ചെരുപ്പ് തലയിലെറ്റിടക്കാനുള്ള യോഗ്യത എനിക്കുള്ളൂ, അത് വേറെ വിഷയം. പക്ഷെ പറയണ്ടേ, മൗലവിമാരുമായിട്ട് ഞാൻ എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു വിഷയം. അതുപോലെ സാധാരണക്കാരായ സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും ദീനിനും വേണ്ടി മനസ്സുരുകുന്ന മഹ്മൂമീങ്ങളായി നടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ കുറെ മുഅ്മിനീങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ നേരിട്ടറിയുന്നവരും കാണുന്നവരുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പണ്ഡിതന്മാരെക്കാൾ മനസ്സുരുകി വേദനിച്ച് കഴിയുന്ന സാധാരണക്കാരുണ്ട്. അവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സംഭവം പറയാം. ഹിജറ 218 ലോകപ്രസിദ്ധനായിരുന്ന നല്ലൊരു ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ്. വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളാണ് മഅ്മൂനും മുഅ്തസിമും ഒക്കെ. അതിൽ ഹാറൂൺ റഷീദ് രാജാവിന്റെ കാലഘട്ടം വളരെ സുവർണ കാലഘട്ടമായിരുന്നു. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, പണ്ഡിതന്മാരെ സ്നേഹിച്ചിരുന്നു, ദീനിനെ സ്നേഹിച്ചിരുന്നു. മഅ്മൂനിന്റെ കാലം, ഹാറൂൺ റഷീദിന്റെ കാലം കഴിഞ്ഞു. പുത്രൻ മഅ്മൂന് അധികാരത്തിൽ വന്നപ്പോൾ നാട്ടിലൊരു കുഴപ്പമുണ്ടായി. മുഅ്തസിലത്ത് ശക്തി പ്രാപിച്ചു. ബിദ്ഈ കക്ഷികളാണ് മുഅ്തസിലത്ത്. അവരൊരു വാദം കൊണ്ടുവന്നു. ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മഖ്ലൂഖാണ്, എല്ലാ സൃഷ്ടികളെയും പോലെയുള്ള ഒരു സൃഷ്ടി മാത്രമാണ് ഖുർആൻ. ഇതായിരുന്നു വാദം.
ഈ വാദത്തിനെതിരെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരെ പീഡിപ്പിക്കുക, ആക്രമിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക. പണ്ഡിതന്മാർ, ഈ വാദത്തെ അംഗീകരിക്കാത്ത പണ്ഡിതന്മാരെ മുഴുവനും അവർ പീഡിപ്പിച്ചു, ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടു, ഖാദി സ്ഥാനമുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ സ്ഥാനം എടുത്തു മാറ്റി. മഅ്മൂൻ രാജാവിന്റെ അധികാരം ഉപയോഗപ്പെടുത്തി നാട്ടിൽ മുഅ്തസിലത്ത് കൊണ്ടുവന്ന ഈ പിഴച്ച വാദത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി എല്ലാ പണികളും അവർ ചെയ്തു. എല്ലാ പണ്ഡിതന്മാരും വഴങ്ങി. നിർവാഹമല്ല, ഇവര് വല്ലാതെ ഉപദ്രവിക്കാണ്, സഹിക്കാൻ കഴിയാതെ വരികയാണ്. ആ മുസ്ലിം ഭരണാധികാരികൾ അധികാരത്തിൽ ഏറിയാൽ നമ്മളാണ് രക്ഷപ്പെടുന്നൊന്നും ആരും വിചാരിക്കണ്ട. എല്ലാവരും അധികാരത്തിൽ ഒന്നുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുന്നില്ല. നമ്മളിപ്പോ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. എന്ത് സ്വതന്ത്രമായിട്ട് നമുക്ക് കേരളത്തിൽ ദഅവത്ത് നടത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അങ്ങനെ ദഅവത്ത് നടത്താൻ പറ്റുമോ? അത്ര സ്വാതന്ത്ര്യത്തിൽ നടത്താൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്, അതിനേക്കാൾ സ്വാതന്ത്ര്യത്തിൽ നടത്താൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ പറ്റാത്ത രാജ്യങ്ങളാണ് കൂടുതൽ. ഹാറൂൺ റഷീദിന്റെ കാലം സുവർണ കാലഘട്ടമാണ്. മഅ്മൂനിന്റെ കാലം പണ്ഡിതന്മാർ വലിയ പ്രയാസം അനുഭവിച്ച കാലഘട്ടമാണ്. ദഅവത്ത് നടത്താൻ പറ്റൂല. അങ്ങനെയാണ്. നിങ്ങൾ അല്ലെ ഇപ്പൊ തന്നെ സാഹചര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. നാട്ടിൽ ഇത്രയും കാലം കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ്, അല്ലെ, BJP സർക്കാരാണ്. കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഇതുവരെ പ്രസംഗിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിയാര് അല്ലെങ്കിൽ ഒരു ഖാദി ഖത്തീബിനെ കൊണ്ട് അവരെ പരസ്യമായി മാപ്പ് പറയിപ്പിക്കണം, മാപ്പ് പറയണമെന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കണം? കമ്മ്യൂണിസ്റ്റിനെ പ്രസംഗിച്ചുകൊണ്ട് അയാൾ മാപ്പ് പറയണമെന്ന് ഇവിടെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ പറയണം നിങ്ങൾ കേൾക്കണം? സ്വതന്ത്രമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ മഅ്മൂൻ കൊണ്ടുവന്ന ഈ വാദത്തെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ പണ്ഡിതന്മാരെ അവർ പീഡിപ്പിച്ചു, പ്രയാസപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നിരവധി പണ്ഡിതന്മാര് മനസ്സിൽ ആ ആശയം അംഗീകരിച്ചില്ലെങ്കിലും ബാഹ്യമായി മഅ്മൂമിന്റെ ആളുകളെ പോലെ നിൽക്കേണ്ടി വന്നു. കൂടെ നിന്നു. നിർവാഹമല്ല, ഞാൻ എന്താ ചെയ്യാ, കുട്ടികൾക്ക് അരി വാങ്ങണ്ടേ എന്നുള്ള അങ്ങനെ തന്നെ, ജോലി പോകുന്നുള്ള പേടി. പക്ഷേ രണ്ട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വളരെ ആത്മസുഹൃത്തായിരുന്ന ഇമാം മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാ, വലിയ മഹാന്മാരാണ്. ഇവർ രണ്ടാളും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, പ്രയാസപ്പെടുത്തി, പീഡിപ്പിച്ചു. ഇവർ രണ്ടുപേരെയും ശിക്ഷിക്കാൻ വേണ്ടി, അംഗീകരിപ്പിക്കാൻ വേണ്ടി, ഈ വാദത്തെ അംഗീകരിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന രംഗം താരീഖുകളിലൊക്കെ കാണുമ്പോൾ നമ്മളെ കണ്ണുകൾ നിറഞ്ഞു പോകും. ചരിത്ര പണ്ഡിതന്മാർ വളരെ വിഷമത്തോടു കൂടിയാണ് ആ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ താരീഖിന്റെ കിതാബുകളും കൊണ്ടുപോകുമ്പോൾ ചങ്ങല കൊണ്ട് കൈയും കാലുകളും ബന്ധിച്ചുകൊണ്ട് നടക്കാൻ പോലും കഴിയില്ല, ചങ്ങലന്റെ ഭാരം കൊണ്ട്. ആ രീതിയിൽ. എന്താ വിഷയം? ആരപ്പീ കൊണ്ടുപോണത്? ആരെയാണ് ഈ കൊണ്ടുപോണത്? കൊണ്ടുപോകുമ്പോ വഴിയിൽ വെച്ച് മഅ്മൂന് മരണപ്പെട്ടു എന്ന വാർത്ത വന്നു. അപ്പോൾ ഇവരെ തിരിച്ചിങ്ങോട്ട് തന്നെ ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഈ ചങ്ങലയോടുകൂടിയാണ്. ദുർഘടമായ വഴികളിലൂടെ ദുസ്സഹമായ യാത്രയാണ്. അതിന്റെ കൂടെ ഈ പണ്ഡിതൻ 10 ലക്ഷക്കണക്കിന് ഹദീസുകളും മനപ്പാടമുള്ള മുജ്തഹിദായ ഇൽമിന്റെ മഹാസാഗരമായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കഥയാണ് ഈ പറയണത്. ഈ ചങ്ങലയോടുകൂടി തന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവറുകൾ വഴിയിൽ യാത്രാമധ്യേ മരണപ്പെടുകയാണ്. ഇവരുടെ അക്രമം, അടിയും പിടിയും കൊണ്ട് അടിച്ചിട്ട് ബോധം പോകുന്നത് വരെ അടിച്ചിരുന്നു. ഈ പീഡനം കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹിമഹുല്ല മരണപ്പെടുകയാണ്. ആ സമയത്ത് മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാഹി തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്.
ഒരു വസിയ്യത്തുണ്ട്. ആ വസിയ്യത്ത് ആദ്യം എന്റെ നഫ്സിനോടും കേരളത്തിലുള്ള മുഴുവൻ എന്റെ പണ്ഡിത സുഹൃത്തുക്കളോടും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൻത റജുലുൻ യുഖ്തദാ ബി. മുഹമ്മദ് ബിൻ നൂഹ് തങ്ങൾ പറയാണ്, അഹ്മദ് തങ്ങളോട് പറയാണ്, താങ്കൾ ജനങ്ങൾ പിന്തുടരുന്ന ഒരാളാണ്. ജനങ്ങൾ അങ്ങയെ ഫോളോ ചെയ്യും, താങ്കളെ ജനങ്ങൾ മാതൃകയാക്കും. അങ്ങനത്തെ ആളാണ് താങ്കൾ. വഖദ് മദ്ദൽ ഖൽഖു അഅനാഖഹും ഇലൈക്. ജനങ്ങൾ മുഴുവനും അവരുടെ പെരടികൾ താങ്കളിലേക്ക് നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ താങ്കളിലേക്ക് എത്തി നോക്കുകയാണ്. താങ്കളുടെ നിലപാട് എന്താണ് എന്നാണ് അവർ കാത്തിരിക്കുന്നത്. വലിയ ഗൗരവമാണ്. താങ്കളെയാണ് അവർ വീക്ഷിക്കുന്നത്. താങ്കൾ എന്ത് സമീപനമാണ് എടുക്കുന്നത് എന്നാണ് അവർ നോക്കുന്നത്. താങ്കളുടെ നിലപാട് എന്താണ് എന്നറിയാനാണ് അവർ കാത്തു നിൽക്കുന്നത്. പൊതുജനങ്ങൾ, പണ്ഡിതന്മാർക്കാണല്ലോ ശിക്ഷ. അവരാണല്ലോ ഈ വിഷയത്തിൽ മുഅ്തസിലത്തിന്റെ കൂടെ കിട്ടേണ്ട ആളുകള്. അപ്പൊ ജനങ്ങൾ നിങ്ങളുടെ നിലപാടിലേക്കാണ് അവർ നോക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബുത് ലി അംരില്ലാഹ്. മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറയാൻ, മരണാസന്നായി കിടക്കാൻ, ഈ പീഡനം കാരണം ചങ്ങലയിൽ ബന്ധനസ്ഥനായ അവസ്ഥയിൽ വഴിയിൽ വെച്ച് മരിക്കാൻ കിടക്കുമ്പോൾ തന്റെ സുഹൃത്തിന്, ആത്മസുഹൃത്തിന് നൽകിയ വസിയത്താണത്. അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ അള്ളാഹുവിന്റെ ഈ തീരുമാനത്തിൽ താങ്കൾ കൽപ്പനയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ അത്, അതിൽ താങ്കൾ ഉറച്ചു നിൽക്കണം. ഇത് ദീനിന്റെ യഥാർത്ഥമായ സുന്നത്ത്, അഹ്ലുസുന്നയുടെ യഥാർത്ഥ വഴിയാണിത്. ആ വഴിയിൽ താങ്കൾ ഉറച്ചു നിൽക്കണം. ചുരുക്കത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് കൊടുത്ത ഈ വസിയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പൂർത്തീകരിച്ചു. മഅ്മൂനിന് ശേഷം മുഅ്തസിം ഭരണാധികാരിയായി. മുഅ്തസിമിന്റെ കാലത്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ മുഅ്തസിമും അവന്റെ ആളുകളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കൊണ്ട് പല പ്രാവശ്യം ഇത് അംഗീകരിപ്പിക്കാൻ നിർബന്ധിച്ചു, ശിക്ഷിച്ചു. ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചു പൊതുജനമധ്യത്തിൽ വെച്ച്. ഈ സംഭവത്തെ താരീഖ് വിവരിച്ച പണ്ഡിതന്മാർ വിശദീകരിച്ച് എങ്ങനെയാ, ആ മഹാമുജ്തഹിദായ, ഫഖീഹായ, മുഹദ്ദിസായ വലിയ പണ്ഡിതനെ, ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു അക്രമവും ചെയ്യാത്ത, ഒരു അനീതിയും ചെയ്യാത്ത ആ സാത്വിക ദേഹത്ത് ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ അവർക്കൊരു നാണവും ഉണ്ടായില്ല എന്നാണ് മഹാന്മാരായ താരീഖിന്റെ ഉലമ ഈ സംഭവം പറയുമ്പോൾ ഇടയിൽ പറയുന്ന വിഷയം. വല്ലാത്ത കണ്ണുകൾ ഈറനണിയിക്കുന്ന രംഗമായിരുന്നു അത്. അടി എന്ന് പറഞ്ഞാൽ ചില്ലറടിയല്ല. അടിച്ചിട്ട് അടികൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ബോധം പോകും, ബോധം കെട്ട് വീഴും. അപ്പൊ അവര് പിടിച്ചുകൊണ്ട് കണ്ട് ജയിലിനുള്ളിലൂടെ കൊണ്ട് കടത്തും. കുറെ കഴിയുമ്പോൾ ബോധം തെളിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കൂടുന്നത് തന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മൂളിയാ മതി എന്നാ പറഞ്ഞത്. സമ്മതിച്ചില്ലല്ലോ. അവസാനം ഗത്യന്തരമില്ലാതെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇത് നടക്കൂലെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അവർ ഒഴിവാക്കി. 3 കൊല്ലാണ് ജയിലിലാക്കിയത്, ചുരുങ്ങിയത്. ആരെയാണിത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് വീട്ടിലേക്ക്, ബഗ്ദാദിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും അടിച്ച് പൊട്ടിച്ച് ആകെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ തന്നെ മാറിപ്പോയിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ബഗ്ദാദിലേക്ക് മടക്കി കൊണ്ടുപോയെങ്കിലും 5 വർഷക്കാലം ഹിജ്റ 227 മുതൽ ഹിജ്റ 232 മുഅ്തസിം മരണപ്പെടുന്നത് വരെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഊരുവിലക്കായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ദർസ് നടത്താൻ പാടില്ല, ജനങ്ങളുമായി കൂടിയിരിക്കാൻ പാടില്ല. എന്തൊക്കെയാണ് അവർ തടഞ്ഞു വെച്ചത്? ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുള്ള മുജ്തഹിദായ
ജനങ്ങൾ മുഴുവനും ആ കാലഘട്ടത്തിലെ വലിയ വലിയ ആലിമീങ്ങൾ മുഴുവനും കൊതിയോടെ ആ ഇൽമിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇൽമ് വിതരണം ചെയ്യാനോ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനോ ഉള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് 5 വർഷം വീട്ടുതടങ്കലിൽ. പള്ളിക്ക് പോയി നിസ്കരിച്ചു വരാം, വേറൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരാൻ പാടില്ല, അദ്ദേഹം മറ്റൊരാളെ പോയി കാണാനും പാടില്ല. ഈ രീതിയിൽ ഹിജ്റ 232 മുഅത്തസിം മരണപ്പെട്ടു. മുഅത്തസിമിന് പിന്നെ കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം മുഅത്തസിം മരണപ്പെട്ടു. പിന്നെ വരുന്നത് മുത്തവക്കിലാണ്. മുത്തവക്കിൽ വന്നതോടുകൂടെ മുത്തവക്കിൽ ഈ ഖുർആൻ ഖൽഖ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദത്തെ അദ്ദേഹം ഇവിടെ പറയാൻ പാടില്ല എന്ന് പാസാക്കി. തെറ്റാണ് ആ വാദം, അത് വിദഅത്താണ്, ഇവിടെ പറയാൻ പാടില്ല എന്ന്. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ യശസ് ഇസ്സത്ത് തിരിച്ചു വന്നു. അൽഹംദുലില്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വലിയ സ്വീകാര്യതയുള്ള ആളായി. അദ്ദേഹത്തിന് ദർസ് നടത്താനും മറ്റും എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു. പക്ഷേ വെറും 10-25 വർഷത്തോളം മാത്രമേ മുഅ്തസിലത്തിന്റെ ഈ താണ്ഡവം ബഗ്ദാദിൽ നടന്നുള്ളൂ. പിന്നെന്താ സംഭവിച്ചത്? ഇന്ന് എവിടെ മുഅ്തസിലിയാക്കൾ? അഹ്മദ് ബിൻ ഹംബൽ, ഈ പീഡനം മുഴുവനും സഹിച്ച അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇന്ന് ആരാണ്? അദ്ദേഹത്തിന്റെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്താണ്? അദ്ദേഹത്തെ ആക്രമിച്ചവരും ക്രൂശിച്ചവരും എവിടെ പോയി? ഇത് പണ്ഡിതന്മാരായ ആളുകളോട്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഒന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഏത് കാലത്തും വരും. അധികാരവർഗത്തിന്റെ ഭാഗത്ത് നിന്ന് പണ്ഡിതന്മാർക്ക് ദീൻ പറയുന്ന വിഷയത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന സാഹചര്യം, ഭീഷണികൾ ഒക്കെ വരുമ്പോ മാളത്തിനൊളിക്കല്ല വേണ്ടത്, അതിനനുസരിച്ച് കാല് മുറിക്കല്ല വേണ്ടത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചു കൊടുക്കുകയല്ല വേണ്ടത്, നിയമങ്ങളെ മാറ്റിമറിക്കുകയല്ല വേണ്ടത്, മുമ്പ് ഹറാമായിരുന്നതിനെ ഇപ്പോൾ ഹലാലാക്കുകയല്ല വേണ്ടത്. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പിഞ്ചു ബാലിക, ഒരു മദ്രസയിലെ പെൺകുട്ടി സ്റ്റേജിലേക്ക് സമ്മാനം വാങ്ങാൻ വേണ്ടി വിളിക്കപ്പെടുകയും സ്റ്റേജിലേക്ക് ആ കുട്ടി കയറി വരുമ്പോൾ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറണ്ട എന്ന് നമ്മുടെ നേതാക്കളിൽ ചിലർ ആ കുട്ടിയോട് പറഞ്ഞു. നമുക്കതിൽ എതിർപ്പില്ല, അതൊരു സംസ്കാരത്തെ പഠിപ്പിക്കലാണ്. ഒരു പക്ഷെ ആ കുട്ടി കയറിയത് കൊണ്ട് പ്രശ്നം ഉണ്ടായതാവൂല. പുരുഷന്മാര് ഇരിക്കുന്ന അല്ലെങ്കിൽ അന്യപുരുഷന്മാരുള്ള വലിയ ഒരു പബ്ലിക് ഇരിക്കുന്ന വേദിയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു രീതി തെറ്റാണ് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ, അടുത്ത തലമുറയെ അത് ബോധ്യപ്പെടുത്താൻ നല്ലൊരു ആചാരമാണ്. ചെറുപ്പത്തിൽ തന്നെയാണ് അതൊക്കെ ശീലിപ്പിക്കേണ്ടത്. തീർച്ചയായും ആ നിലക്ക് ആരും, ദീനറിയുന്ന ആരും അതിനെ എതിർക്കുകയില്ല. പിന്നെ ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ഉള്ള കാലമായതുകൊണ്ട് അത് പുറത്തു കൂടി ചാനലിൽ കൂടി ഒക്കെ പോയി എന്ന് മാത്രം. ചാനലുകാരൊക്കെ പിന്നെ അത് കിട്ടാൻ കാത്തിക്കുവാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി എന്ന് മാത്രം. പക്ഷേ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് എന്താ? സനത് കൊടുക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ഫെസ്റ്റിന്റെ ഭാഗമായി ഒരു സ്ത്രീ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ പരസ്യമായി സ്വാഗതം പറയുന്ന ഒരു ചിത്രം മാലോകര് കാണുകയാണ്. ഈ പറഞ്ഞ പണ്ഡിതന്മാർ ഇനി എന്ത് ചെയ്യും? 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സ്റ്റേജിലേക്ക് വരുന്നത് മതകീയമായ കാഴ്ചപ്പാടിൽ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് സ്ത്രീകൾ അങ്ങനെ രംഗപ്രവേശനം ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി കാർക്കശ്യം കാണിച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാനും ആ ചെയ്തത് തെറ്റാണ്, അത് ദീനല്ല എന്ന് പറയാനും സാധിക്കുമോ? സാധിക്കണ്ടേ? ഇതാ ചിന്തിക്കണം നമ്മളവിടെ. ഇല്ല എങ്കിൽ ഈ ഉമ്മത്ത് നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാൽ മരിച്ചു പോവും. ഇപ്പോൾ ഈ കാണണമായിരുന്നാവില്ല, ഒരു 3 കൊല്ലം 4 കൊല്ലം 5 ഓരോ കൊല്ലം കഴിയുമ്പോൾ അവസ്ഥകൾ മാറൂലേ? മനുഷ്യന്മാര് മാറും, തലമുറകൾ മാറും. ഈ സംസാരിക്കുന്ന ഞാൻ 5 or 10 വർഷം ഏറി വന്നാൽ, എത്ര ഏറിയാലും ഇപ്പൊ ഒരു കണക്കില്ലേ ആരാണെങ്കിലും. ഇന്നുള്ള ഈ നേതൃനിര എത്ര കാലം ഉണ്ടാവുക? അടുത്തൊരു തലമുറ ഇവിടെ ജീവിക്കൂലേ?
ആ തലമുറക്ക് ഒരു സംസ്കാരം വേണ്ടേ? അത് നമ്മിൽ നിന്ന് പകർന്നു പോകുന്നതല്ലേ? ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയും ഇപ്പോൾ ഈ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആചാരങ്ങളൊക്കെ മുൻഗാമികളായ നമ്മുടെ വലിയ വലിയ ആളുകൾ ചെയ്തിരുന്നു എന്ന രീതിയിൽ അടുത്ത തലമുറ ഇതിനേക്കാൾ ജോറായി നടത്തലോടുകൂടെ ദീനിന്റെ അവസ്ഥ എന്താവും? അതിന് നമ്മൾ ദീൻ അങ്ങനെയൊക്കെ ആകും, അവസാന നാൾ വരില്ലേ. പക്ഷെ നമ്മളതിന്റെ കാരണക്കാരാകലിനെ തൊട്ട് എങ്കിലും നമ്മൾ സൂക്ഷിക്കണ്ടേ? അപ്പൊ പണ്ഡിതന്മാര് മൗനം വെടിഞ്ഞേ പറ്റൂ. ഭൗതികമായ താല്പര്യങ്ങൾ, സൗകര്യങ്ങൾ, ജോലി, ഭീഷണി, രാഷ്ട്രീയ അധികാരികളുടെ, ചുവടുമാറ്റക്കാരുടെ, നിലപാടില്ലായ്മക്കാരുടെ, രാഷ്ട്രീയക്കാരുടെ കണ്ണുരുട്ടലുകൾ ഇതിനൊന്നും പണ്ഡിതന്മാർ വഴങ്ങി കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ പണ്ഡിതന്മാർ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ മനോവ്യഥ നേരിട്ടും അല്ലാതെയും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ വില നമ്മളല്ലെങ്കിൽ അടുത്ത തലമുറ കൊടുക്കേണ്ടി വരും. നമ്മളെ മുൻപ് കഴിഞ്ഞു പോയ തലമുറ കാണിച്ചെന്നൊരു കൾച്ചർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് വല്ലാതെ ഏൽക്കൂലായിരിക്കും. പക്ഷെ അടുത്ത തലമുറനെ നമ്മൾ കേടിരുത്താൻ പാടില്ലല്ലോ, അതിന് നമ്മൾ കാരണക്കാരാൻ പാടില്ലല്ലോ. വിവാഹാർഭാടങ്ങളെ കുറിച്ച് വാതോരാതെ പ്രഭാഷണം നടത്തുന്ന, എഴുത്തുകുത്തുകൾ നടത്തുന്ന പലരുണ്ടായിരുന്നു. പള്ളികളിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു വലിയ ഫ്ലക്സിങ്ങനെ കാണാം. എന്റെ നാട്ടിലെ പള്ളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ ആ കൂട്ടത്തിൽ വിവാഹ ധൂർത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? അപ്പൊ നമ്മൾ ആ ധൂർത്തിനെതിരെ എല്ലാവരും സംസാരിക്കണ്ടേ? ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് അറിയാതെ അബദ്ധങ്ങൾ മനുഷ്യനിൽ സംഭവിക്കും. നേതാവാണെങ്കിലും ശരി, തങ്ങളാണെങ്കിലും ശരി, മൂല്യരാണെങ്കിലും ശരി, ആരായാലും ശരി, തെറ്റ് മനുഷ്യന് സംഭവിക്കും. നമ്മൾ മനുഷ്യന്മാരാ. പക്ഷേ വളരെ മാന്യമായും അവസരോചിതമായും ആ തെറ്റുകളെ ക്ലിയർ ചെയ്ത് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ധർമ്മമാണ്. തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തരായ ആലിമീങ്ങളിൽ നിന്ന് ആ രീതിയിലുള്ള ഈ ഉമ്മത്തിനെ നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ ശക്തമായ രീതിയിലേക്ക് അവർ നീങ്ങും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ തീർച്ചയായും ഞാൻ ഈ സംസാരിച്ചത് ഒരിക്കലും എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല. ഉണ്ട് എന്ന് ഇനി ആരെങ്കിലും വ്യാഖ്യാനിക്കണേന് ഞാൻ അതിന് ഉത്തരവാദിയല്ല. എനിക്കും എൻ്റെ റബ്ബിനും അറിയാം. ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി മാത്രമാണ്. പൊതുസമൂഹം മാത്രമൊന്നുമല്ല, നേതാക്കന്മാരും മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ വളരെ ഐക്യത്തോടെ, യോജിപ്പോടെ ദീനിനെ ദീനായി കണ്ടുകൊണ്ട് ദീനി സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ദീനി അധികാരങ്ങളും അതൊക്കെ ഇലാഹിയായ മാർഗമാണ് എന്ന തിരിച്ചറിവോടുകൂടെ മറ്റ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ദീനിനെ സംരക്ഷിക്കുക എന്നത് അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു നന്ദിയാണ് എന്ന ബോധ്യത്തോടെ എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.